Hi all, welcome to Competitive Cracker. അപ്പോൾ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് നമുക്ക് PSC ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതൊരു നല്ല ചോദ്യമാണ് അല്ലേ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PYQs മാത്രം പഠിച്ചുകൊണ്ട് എങ്ങനെ PSC ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചാൽ മാത്രം PSC നമുക്ക് നേടിയെടുക്കാൻ പറ്റുമോ? അങ്ങനെ ഡൗട്ട് പലർക്കും ഉണ്ട്. പലരും പറയുന്നത് കേൾക്കാം, ഞാൻ PYQ പഠിച്ചിട്ടാണ് പാസ്സായത് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ അതിൽ എത്രത്തോളം ഫാക്ട്സ് ഉണ്ട്, എത്രത്തോളം സത്യമാണ്, അല്ലെങ്കിൽ അത് മാത്രം പഠിച്ചതുകൊണ്ട് ഒരു ആവറേജ് പഠിക്കുന്ന ഒരാൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ നോക്കാം, ഇമ്പോർട്ടൻസ് ഓഫ് PYQ. ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മളൊരു അനാലിസിസ് നടത്തിയിട്ട് എത്തിച്ചേരുന്ന ആൻസർ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ ലക്ഷ്യത്തിലെത്താൻ പ്രയാസമാണ്. നമുക്ക് പ്രീവിയസ് ഇയർ മാത്രം നോക്കി ലക്ഷ്യത്തിലെത്താൻ പ്രയാസമായിരിക്കും. കാരണം എന്താണ്? ഇപ്പൊ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴും കൂടുതലായിട്ട് പുറത്തുനിന്നുള്ള PYQs മാത്രമല്ലാതെ, പ്രീവിയസ് ഇയർ അല്ലാതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, പുതിയ ക്വസ്റ്റ്യൻസ് ധാരാളം വന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ പുതിയ ക്വസ്റ്റ്യൻസ്, പല ടോപ്പിക്കിൽ നിന്നും പുതിയ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ പ്രീവിയസ് ഇയർ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ആ ഒരു കണ്ടന്റ് ക്ലിയർ ആയിട്ട് സിലബസിൽ പറഞ്ഞിരിക്കുന്ന സിലബസ് വൈസ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തണം. സിലബസ് വൈസ് ആയിട്ട് കണ്ടന്റ് വൈസ് ശരി നടത്തിയാൽ മാത്രമാണ് നമുക്ക് എക്സാം പാസ്സാവാൻ പറ്റുന്നത്. ഇപ്പൊ പരീക്ഷാ രീതിയിൽ ഇപ്പൊ വന്ന മാറ്റവും പുതിയ സിലബസ് ഒക്കെ ഇതിനെ എഫക്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ പരീക്ഷാ രീതിയിലെ മാറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പണ്ടൊക്കെ കംപ്ലീറ്റ്ലി MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ അല്ല, ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്തുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നുണ്ട് അല്ലെ? അപ്പൊ കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒരു 50% ഒക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ചോദിക്കാറുണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്ത് കിട്ടണമെങ്കിൽ അതിന് കണ്ടന്റ് വൈസ് ഉള്ള സ്റ്റഡി, കണ്ടന്റ് പഠിച്ചു പോവാന്നുള്ളത്, സിലബസ് വൈസ് ടോപ്പിക്സ് പഠിച്ചു പോവാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് നിലവിലെ എക്സാം രീതിയിലുള്ള മാറ്റം. സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ആണ് ചോദിക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിന് നമ്മൾ ടോപ്പിക്സ് പഠിച്ചു പോവൽ വളരെ അത്യാവശ്യമാണ്, നിർബന്ധമാണ്. ഇനി പുതിയ സിലബസ് എന്ന് പറയുമ്പോൾ 2026 ഫസ്റ്റ് തുടക്കത്തിൽ, 2025 ഡിസംബർ, 26 ജനുവരിയിലൊക്കെ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നോക്കിയാൽ അറിയാം. പ്ലസ് ടു ലെവൽ എക്സാമിനൊക്കെ, അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാൽ അറിയാം. ഇപ്പൊ നമ്മൾ SCRT ചാപ്റ്റേഴ്സ് ഒക്കെ ചേഞ്ച് ആയി. അപ്പൊ പ്ലസ് ടുവിലുള്ള ചില ടോപ്പിക്സ് ഒക്കെ 10ാം ക്ലാസ്സിലേക്കൊക്കെ വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യന്റെ ലെവൽ മാറിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ SCRT ചാപ്റ്റേഴ്സ് ടെക്സ്റ്റ് ബുക്ക് പുതുതായിട്ട് വന്നു, അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ ലെവലും മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എക്സാമിന്, ഇനി അടുത്തതായിട്ട് എഴുതാൻ പോകുന്ന എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവര് ആ ഒരു ക്വസ്റ്റ്യൻ ലെവൽ ഇത്രയും റീസെന്റ് നടക്കുന്ന എക്സാംസിനെ അനലൈസ് ചെയ്യണം. ഏത് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പൊ അടുത്തതായിട്ട് എങ്ങനെയാണ് നമുക്ക് PYQs മാത്രം പഠിച്ചാൽ പാസ്സാവാൻ പറ്റില്ല. പക്ഷെ എങ്ങനെ PYQsനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പൊ PYQs പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. PYQs മാത്രം പഠിച്ചാൽ പാസ്സാവില്ല, പക്ഷെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ ചോദ്യങ്ങളുടെ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ചോദ്യങ്ങളുടെ പാറ്റേൺ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ, ചോദ്യങ്ങൾ ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇങ്ങനെ നോക്കിയാണ് പോകുന്നതെങ്കിൽ അത് എക്സാം എഴുതുന്ന സമയത്ത് എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. ചോദ്യങ്ങളുടെ പാറ്റേൺ ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് PYQ യൂസ് ചെയ്യാം. ഇനി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ മോക്ക് ടെസ്റ്റുകൾ ആയിട്ട് PYQs യൂസ് ചെയ്യാം അല്ലെ? ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കും, എക്സാമിനോടുള്ള ആ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കും. അപ്പൊ മോക്ക് ടെസ്റ്റുകൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. അതേപോലെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഏകദേശം 20 to 30% ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നാണ് അതേപടി വരുന്നുണ്ട്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ 20 മുതൽ 30% വരെ ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ കാണാറുണ്ട്. ബാക്കിയുള്ളതാണ് എക്സ്ട്രാ പുതിയ ചോദ്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു 20 to 30% ചോദ്യങ്ങളെ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ PYQs പഠിക്കുന്നത് നല്ലത്. അത്രയും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ PYQs നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇനി PYQs പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ എന്തൊക്കെ പഠിക്കണം? SCRT NCERT പാഠപുസ്തകങ്ങൾ പഠിക്കണം. 5 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. 5 മുതൽ 10 വരെ. അതുകൂടാതെ ടോപ്പിക് വൈസ് സ്റ്റഡി വളരെ മസ്റ്റ് ആണ്. ടോപ്പിക് വൈസ് എന്ന് പറയുമ്പോൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി അല്ലെ?
സിലബസിലെ ഓരോ ടോപ്പിക്കും എടുത്ത് അത് റിലേറ്റഡ് ഫാക്ട്സും റിലേറ്റഡ് ആയി ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പൊ PYQ തന്നെ പഠിക്കുകയാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ സിലബസിൽ ഏത് ടോപ്പിക്കിൽ നിന്നാണോ വരുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് പഠിച്ചു പോകുക. അത് സിലബസ് വൈസ് സ്റ്റഡി വളരെ മസ്റ്റ് ആണ്. അപ്പൊ ടോപ്പിക് വൈസ് സ്റ്റഡി വേണം. ഓരോ വിഷയവും ആഴത്തിൽ നമ്മൾ പഠിച്ചിരിക്കണം. കൂടാതെ കറണ്ട് അഫയേഴ്സും നോക്കണം. ദിവസേന വാർത്തകൾ ശ്രദ്ധിക്കുകയും അത് നോട്ട് ചെയ്തു പോവുകയും ചെയ്യണം. അതാണ് മെയിൻ ആയിട്ട് ഒരു PSC ഒക്കെ എഴുതുന്നവർക്ക് വേണ്ട ശീലം അല്ലെ. ദിവസേന നമുക്ക് ചുറ്റും എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അതേപോലെ ഓരോ പേപ്പർ വായിക്കണം, വാർത്തകൾ എഴുതി വെക്കണം, വാർത്തകൾ നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പൊ PSCക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കണ്ടാൽ അറിയാം. ഇപ്പൊ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ഓരോ ദിവസവും നോട്ട് ചെയ്ത് പോവണം. അപ്പൊ ഇത്രയൊക്കെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇത് കൂടാതെ നമുക്ക് ഒരു ഗൈഡും കൂടെ ഫോക്കസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇപ്പൊ +2 ലെവൽ എക്സാമിന് ഏതെങ്കിലും ഒരു ഇപ്പൊ NCERT ചാപ്റ്റേഴ്സും കൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ടാവും ചില ടോപ്പിക്സിൽ. അതേപോലെ ഓരോ ക്വസ്റ്റ്യൻ വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മാത്രമാണ് നമുക്ക് ഏത് റിസോഴ്സ് വെച്ച് പഠിക്കണമെന്ന് മനസ്സിലാവും. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണെങ്കിലും ഡിഗ്രി ലെവൽ മെയിൻ എക്സാംസ് ആണെങ്കിലും അതിന് പഠിച്ചിരിക്കേണ്ട ചില ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും അല്ലെ. അങ്ങനെ ഒരു റിസോഴ്സ് കണ്ടെത്തണം. ഏത് റിസോഴ്സ് നമ്മൾ പഠിക്കണം. ഈ ഒരു SCERT കൂടാതെ PYQs കൂടാതെ ഒരു റിസോഴ്സ് ഓഫ് സ്റ്റഡിയും കൂടെ നമ്മൾ അവിടെ കണ്ടെത്തി വെക്കണം. അപ്പൊ ആ റിസോഴ്സ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു ഗൈഡ് ആവാം, നിങ്ങൾ 10th ലെവലിനാണെങ്കിൽ ഏതും ഗൈഡ് ആവാം, അല്ലെങ്കിൽ +2 ലെവൽ NCERT ടെക്സ്റ്റ് ബുക്കും ഗൈഡും ആവാം. ഇനി ഡിഗ്രി ലെവൽ ആണെങ്കിലും ഒരു ഗൈഡ് ആവാം അല്ലെ. അല്ലെങ്കിൽ ചില ഡിഗ്രി ലെവൽ ആണെങ്കിൽ കുറച്ചുകൂടെ ഹൈ ലെവലിൽ നമ്മൾ ചില ടെക്സ്റ്റ് ബുക്ക് ഒക്കെ റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പഠന രീതി SCERT NCERT ആണെങ്കിൽ നമ്മൾ അതിനൊരു 50% വരെ ഒരു സമയം, ടോട്ടൽ സമയത്തിന്റെ ഒരു 50% വരെ അതിനുവേണ്ടി മാറ്റിവെക്കണം. പ്രയോജനം, അടിസ്ഥാന അറിവ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. SCERT NCERT പഠിക്കുന്നതിലൂടെയാണ് ഏതൊരു ടോപ്പിക്കിന്റെയും ബേസിക് ലെവൽ അറിവ് നമ്മൾ നേടുന്നത്. അത് പഠിച്ചു പോകുന്നതിലൂടെയാണ്. ഇനി സിലബസ് വൈസ് സ്റ്റഡി നടത്തുമ്പോൾ അതിന് ഒരു 30% ഓഫ് സമയം നമ്മൾ മാറ്റിവെക്കണം. 30% സമയമാണ് സിലബസ് ബേസ് സ്റ്റഡിക്ക് മാറ്റിവെക്കേണ്ടത്. പുതിയ വിഷയങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിലബസ് വൈസ് സ്റ്റഡി പുതിയ വിഷയം കവർ ചെയ്യാനാണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ PYQ പ്രാക്ടീസിന് വേണ്ടി ഒരു 20% കൂടെ മാറ്റിവെക്കണം. അപ്പൊ ഇത്രയാണ് ഒരു 100% ടോട്ടൽ സമയത്തിന്റെ 50%, SCERT NCERT സിലബസ് ബേസ് ചെയ്ത് ഓരോ ടോപ്പിക്കും കവർ ചെയ്ത് പോകാൻ ഒരു 30%, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ ഒരു 20%. ഇങ്ങനെ അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പരിചയപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ പരീക്ഷാ രീതി പരിചയപ്പെടുന്നത്. അപ്പൊ പ്രീവിയസ് ഇയർ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അതിന്റെ കൂടെ ബാക്കി ടോപ്പിക്കും സിലബസ് ബേസ്ഡുള്ള സ്റ്റഡിയും വളരെ അത്യാവശ്യമാണ്, നിർബന്ധമായിട്ടും പഠിച്ചു പോവേണ്ട കാര്യമാണ്. അപ്പൊ ഇതൊരു ജനറലി ഒരു PSC എക്സാമിന് തയ്യാറെടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് തയ്യാറെടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതുവരെ ഒരു ഐഡിയ ഇല്ലാതെ ഇങ്ങനെ പഠിച്ചു പോകുന്നവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ LDCക്ക് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏർലി ബേർഡ് എന്നാണ് പേരൊക്കെ കൊടുത്തിട്ടുള്ളത്. കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്ത ബാച്ച് ആണ് അല്ലെ. 2027 എക്സാം വരാൻ ചാൻസ് ഉള്ളത്. ഈ വർഷം ലാസ്റ്റ് December ഒക്കെ ആകുമ്പോൾ എക്സാം വിളിക്കാൻ ചാൻസ് ഉണ്ട്. 2027 എക്സാം ഉണ്ടാവും. അപ്പോ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഡെയിലി ലൈവ് ക്ലാസ്സസോടുകൂടി ലൈവ് ക്ലാസ്സസും അതേപോലെ MCQ PYQ ഡിസ്കഷൻ ഉണ്ടാവും, മെന്റർഷിപ്പ് ക്ലാസ്സസ് ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും, അതും കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസോടും കൂടിയുള്ള ബാച്ചാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ LDC 2027 ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. 8590202323 ആണ് നമ്പർ. ഈ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി PSC എക്സാമിന് നമ്മൾ കാണണം. സിലബസ് ബേസ് ചെയ്തിട്ട് എല്ലാവരും കൃത്യമായി പഠിക്കാൻ നോക്കുക. അപ്പൊ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി സിലബസ് ബേസ് സ്റ്റഡി നടത്തി ഈ ഒരു എക്സാമിന് അപ്രോച്ച് ചെയ്താൽ എന്തായാലും കിട്ടാവുന്നതാണ് അല്ലെ. PYQs ഡിസ്കസ് ചെയ്യണം, അതിന്റെ കൂടെ സിലബസ് ബേസ് ടോപ്പിക്കും കവർ ചെയ്ത് പോകണം. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്